ശ്രീ ബൈജു നോയൽ, ഇവിടെ എന്താണ് ഇപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഗതികെട്ട് പണിയെടുക്കുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് KSRTC ജീവനക്കാരാണ്. പാവങ്ങൾ എന്താണ് പകലന്തിയോളം പണിയെടുക്കണം, ഒടുക്കത്തെ പണിയാണ്, ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ പിച്ചപാത്രം എടുത്ത് എണ്ണണം, അത് പല ഗഡുക്കൾ. അങ്ങനെ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന KSRTC ഷെഡ്യൂൾ മുടങ്ങിയതിൽ KSRTCക്ക് ഒരു പരാതിയില്ല കേട്ടോ. അപ്പോൾ എടുക്കുകയാണെങ്കിൽ ആ ഷെഡ്യൂൾ മുടക്കിയതിൽ, പാതിരാത്രി യാത്രക്കാരെ ഇറക്കി വിട്ടതിലൊക്കെ താങ്കൾ കൊടുത്ത പരാതിയേക്കാൾ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ വേണമെങ്കിൽ ക്ഷണിക്കപ്പെടാവുന്നതാണ്. താങ്കളുടെ കേസിൻ്റെ ഇപ്പം നാളെ യദുവിൻ്റെ ഹർജി കൂടി വരുമ്പോൾ താങ്കളുടെ ഹർജിയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാകുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ ബൈജു? ആഷ്മി, ഇതിനകത്ത് KSRTCക്ക് പരാതിയില്ല. ഇതിനകത്ത് എന്തുകൊണ്ടാണ് KSRTCക്ക് പരാതി ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് പരാതി കൊടുക്കേണ്ടത് ആര്യ രാജേന്ദ്രനും അതുപോലെ സച്ചിൻ ദേവ് MLAക്കും എതിരായിട്ടാണ്. അത്തരം ആളുകൾക്കെതിരെ പരാതി കൊടുക്കാനോ കേസെടുക്കാനോ നമ്മുടെ പോലീസ് സംവിധാനം തയ്യാറാകാത്തത് കൊണ്ടാണ് എനിക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത് തന്നെ. ഞാൻ ഇതിന് മുൻപ് ചെയ്ത കേസുകളിലും അതൊക്കെ തന്നെയാണ് ഉണ്ടായത്. നമുക്കറിയാമല്ലോ, ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ച മുൻ മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹത്തിനെതിരെ കേരള പോലീസ് കേസെടുക്കാൻ തയ്യാറായോ? എനിക്ക് അദ്ദേഹത്തിനെതിരെ കോടതിയിൽ പോകേണ്ടി വന്നു. അതുകൊണ്ടല്ലേ കേസുണ്ടായത്, അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം PV അൻവർ MLA രാഹുൽ ഗാന്ധി അപമാനിച്ചു, അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പാലക്കാട് പോലീസ് തയ്യാറായോ? ഇല്ലല്ലോ. ഞാൻ അദ്ദേഹത്തിനെതിരെ കോടതിയിൽ പോയതുകൊണ്ടല്ലേ കേസെടുത്തത്. അതുപോലെ തന്നെ ഈ ആര്യക്കെതിരെയും സച്ചിൻ ദേവിനെതിരെയും കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറായോ? ഞാൻ കോടതിയിൽ പോകേണ്ടി വന്നില്ലേ? ഇത്തരം നിരന്തരമായി കോടതികളിൽ പോയി കേസെടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ നീതി സംവിധാനത്തിന്റെ പാളിച്ചയാണത്. അത്തരം പാളിച്ചകൾ ഉണ്ടാവാതിരിക്കാൻ കേരള പോലീസ് ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്തരം ആളുകൾക്കെതിരെ, ഇത്തരം പ്രിവിലേജഡ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ നമ്മുടെ MLAമാർ, MP മാർ, അതുപോലെ തന്നെ പ്രിവിലേജിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്യുമ്പോൾ, ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് ചെയ്യുമ്പോൾ, ഒരു സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് പാലിക്കാനെങ്കിലും നമ്മുടെ കേരള പോലീസ് തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് കോടതിയെ സമീപിക്കേണ്ടി വരില്ല. ഈ കോടതിയെ സമീപിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഈ ഒരു FIR ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുമായിരുന്നോ? ചെയ്യപ്പെടില്ല. ഇത്തരം ആളുകൾക്കെതിരെ കേസെടുക്കാൻ നമ്മുടെ പോലീസ് തയ്യാറാകുന്നില്ല. ഒരു സാധാരണക്കാരനാണ് ഇത് ചെയ്തതെങ്കിലോ, ഞാനോ ഹാഷ്മിയോ ഒക്കെയാണ് അതിന്റെ ഷെഡ്യൂൾ മുടക്കിയതിന്റെ പണം മുടക്കേണ്ടി വന്നു. ആ ഷെഡ്യൂൾ മുടക്കിയതിന്റെ ബാക്കി പൈസ കിട്ടേണ്ടി വന്നേ. ശരി, ഞാനെങ്കിൽ മാത്രമായിരിക്കില്ലല്ലോ, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയത് ഉറപ്പായും.